അതെ, അങ്ങനെ തന്നെയാണല്ലോ. ഈ മറ്റേ നാരായണ 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 എന്ന് എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാണല്ലോ അവരിപ്പം മോദി 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 എന്ന് പറഞ്ഞ് എല്ലാവരും മോദി അനുകൂലികളായിട്ട് നമ്മുടെ രാജ്യത്ത് മാറുകയാണ്. പിന്നെയും സംശയം അദ്ദേഹത്തിന്. പിന്നെ തിരിഞ്ഞ് ഞാൻ പറഞ്ഞത് ശരി തന്നെയാണോന്ന് അദ്ദേഹം ചോദിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അദ്ദേഹത്തിന് പിന്നെയും ഒരു സംശയം തോന്നും. അല്ല, ഞാൻ പറഞ്ഞതിലെല്ലാം ഉണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും കോൺഗ്രസിൻ്റെ കഥ കഴിയുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. കോൺഗ്രസിൻ്റെ കഥ കഴിയും കേരളത്തിൽ. അപ്പോൾ പിന്നെ അവർ ദേശീയ തലത്തിലെ പോലെ തന്നെ അവർക്ക് നിൽക്കക്കള്ളിയില്ലാത്ത സ്ഥിതി വരും. അത് ലീഗ് നേരത്തെ മനസ്സിലാക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ലീഗിനിപ്പോൾ പിന്നെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ചാടിയാൽ മതി എന്നുള്ള ഒരു സ്ഥിതിയിലാണ് ലീഗ് ഉള്ളത്. അല്ല, കോൺഗ്രസ് ഇല്ലാതാവുന്നു കേരളത്തിൽ. കോൺഗ്രസ്സിലെ അണികളും നേതാക്കളും പിന്നെ എങ്ങോട്ട് പോകുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അവരുടെ കഥ കഴിയും. ഞാനത് വെറുതെ ഒരു പ്രവചനം നടത്തുന്നതല്ല. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും കേരളത്തിൽ കോൺഗ്രസിൻ്റെ കഥ കഴിയും. അത് കഴിഞ്ഞ് LDFനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ പ്രതിപക്ഷമായിട്ട് NDA നേരിടും. തൃശ്ശൂരല്ല, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. പാലക്കാട് എന്താ മോശമാണ്? പാലക്കാട് ഇത്തവണ NDA ജയിക്കുന്ന ഒരു മണ്ഡലമാണ്. അതെല്ലാം അവർ പ്രഖ്യാപിക്കട്ടെ എന്ന്. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ അവരാണ് തീരുമാനിക്കുന്നത്. അല്ല, അത് സ്വാഭാവികമായിട്ടും ഘടകകക്ഷികൾ ചോദിക്കില്ലേ. പക്ഷെ അത് തീരുമാനമൊക്കെ എടുക്കുന്നത് ഉചിതമായ തീരുമാനമായിരിക്കും. അല്ല, ചില സീറ്റുകളിൽ മാറ്റമുണ്ടാവും. എല്ലാം ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു പ്രഖ്യാപിക്കുന്നതിനൊരു പ്രസക്തി ഇല്ലാതായിപ്പോലെ. അതെ, അത് അവർക്ക് സഹിക്കുന്നില്ലെന്ന്. 45-50 രൂപയുടെ അരി ആന്ധ്രയിലെ അരി ലോബിയുമായി ചേർന്ന് ഇവർ പോയിട്ട് കമ്മീഷൻ വാങ്ങിച്ചു കൊണ്ടുവന്ന അരിയാണ് അവർ വിൽക്കാൻ ഇവിടെ ശ്രമിക്കുന്നത്. അതിന് പകരം നല്ല ഒന്നാം തരം അരി 29 രൂപയ്ക്ക് കിട്ടുമ്പോൾ അവർക്ക് സഹിക്കുന്നില്ല. ജനങ്ങൾക്ക് 16 രൂപ ലാഭം കിട്ടുന്നത് അല്ലെങ്കിൽ 20 രൂപ ലാഭം കിട്ടുന്നതല്ല അവരുടെ പ്രശ്നം. അവരുടെ കമ്മീഷൻ അടിച്ച് വാങ്ങിയ അരി ഇവിടെ കച്ചവടക്കാർ വഴി വിൽക്കണം. അതിനാണ് അവർ ശ്രമിക്കുന്നത്. അത് ഈ നാട്ടിൽ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളും. ഇനി കരി എന്ന് വരുമെന്ന് അറിയില്ല. വന്നോ? അത് വരാൻ പോകുന്നില്ല. അത് പല വാഗ്ദാനം. ഞങ്ങൾ ക്യൂബയിൽ നിന്ന് വാക്സിൻ ഇറക്കുമെന്ന് പറഞ്ഞ പോലെയാണ് അരി ഇറക്കുമെന്ന് പറഞ്ഞത്. അരി ഇറക്കുമ്പോഴേക്കും ഇവിടെ ആൾ പട്ടിണി കിടന്ന് ചാവും. അതുകൊണ്ടാണ് മോദി നല്ല ഭാരത് അരി കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അത് തടയാൻ ശ്രമിച്ചാൽ വലിയ പ്രത്യാഘാതം ഉണ്ടാവും നമ്മുടെ നാട്ടിൽ. ജനങ്ങൾ തന്നെ അത് കൈകാര്യം ചെയ്യും.